കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ പുതുവർഷ ആരംഭത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. ഒപ്പം എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസയും നേരുന്നു. ദൈവം കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ദൈവം നമ്മെ നടത്തി, ഇനിയും നടത്തും എന്നുള്ളതായ പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ വർഷം ആരംഭിക്കാം. ദൈവം നമ്മെ ഏവരെയും ദൈവരാജ്യത്തിൽ എത്തിക്കുവോളം ക്രൂസിൻ്റെ ചുവട്ടിൽ നമ്മെ നയിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് ഓർക്കുവാനും മറക്കുവാനും കൊണ്ടു നടക്കുവാനും ധാരാളം സംഗതികൾ ഉണ്ട്. പുതുവർഷം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പോയ കാലങ്ങളെ ഓർക്കുവാനുള്ളതായ, വിചിന്തനം ചെയ്യുവാനുള്ളതായ ഒരു സമയമാണ്. നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ വിജയങ്ങളെ, ദൈവ നടത്തിപ്പിനെയൊക്കെയും നാം ഓർത്ത് നാം മുന്നേറുവാനുള്ളതായ ഒരു അവസരം കൂടെയാണ് പുതിയ വർഷം. ആയതുപോലെ നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാനുള്ളതായ ഒരു സമയം കൂടെയാണ്. കഴിഞ്ഞ വർഷം കണ്ടവർ ഈ വർഷം കാണുവാനിടയില്ലാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതായ അവസ്ഥകളുണ്ട്. ആരോഗ്യത്തോടെ നടന്നിരുന്നവർ ഈ പുതിയ വർഷത്തിൻ്റെ പുലരി കാണുവാൻ കഴിയാതെ രോഗത്തിൻ്റെ പിടിയിലായി കിടപ്പിലായതായ ധാരാളം പേരുണ്ട്. നമ്മെ സുഖഭദ്രമായി ദൈവം കാത്തു എന്നുള്ളതായ സന്തോഷത്തോടുകൂടെ ഈ വർഷത്തെ എതിരേൽക്കുവാനും ദൈവം നല്ല കാര്യാദികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ മുന്നേറേണ്ടതായ ആവശ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമുക്ക് ശുഭഭാവി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതായ വസ്തുത നാം ഈ പുതുവർഷ പുലരിയിൽ നാം മറന്നു പോകുവാൻ പാടില്ല. നമുക്ക് ഒരുപാട് വെല്ലുവിളികളും പ്രയാസങ്ങളും ഉണ്ടാകും. എന്നാൽ ക്രിസ്തു നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നാം അധൈര്യപ്പെട്ടു പോകാതെ ധൈര്യത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അവൻ ഇതാ പുതിയതായി തീർന്നിരിക്കുന്നു. സകലവും പുതുതാക്കുന്നതായ നമ്മുടെ കർത്താവ് നമുക്ക് ഉണ്ട്. ഒരു പഴയ വർഷം തന്നതും നമ്മുടെ കർത്താവ് തന്നെയാണ്. നമുക്ക് ഒരു പുതിയ വർഷം നൽകുന്നതും നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവ് നൽകിയിരിക്കുന്നതായ അവസരങ്ങളൊക്കെയും നാം എപ്രകാരം ഉപയോഗിച്ചു, എപ്രകാരം അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു എന്ന് വിചിന്തനം ചെയ്യാനുള്ളതായ ഒരു കാലയളവ് കൂടെയാണ്. ഞാൻ 1-2 കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ പുതിയ വർഷം വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ഒന്നാമതായി, നമ്മുടെ പൂർവ്വകാലത്തെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ, നാം വിചിന്തനം ചെയ്യുമ്പോൾ, നാം ഒരുപക്ഷെ ഒരു വിചാരണ നടത്തുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ ഏറ്റക്കുറച്ചിലുകൾ, നന്മതിന്മകൾ, സുഖദുഃഖങ്ങൾ ഇതൊക്കെയും എണ്ണി തിട്ടപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഈ അവസരം ഉപയോഗിക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ വെല്ലുവിളികളെക്കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. എത്രയോ പ്രയാസമേറിയ വൈതരണികളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അവയിൽ നിന്നൊക്കെയും ദൈവം നമ്മെ അതിശയകരമായി നടത്തി എന്നുള്ളത് നാം മറന്ന് പോകുവാൻ പാടില്ല. ദൈവം നമ്മെ ഓരോ പടിയിലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ കരം പിടിച്ച് വഴി നടത്തിയവനായ ദൈവമാണ് എന്ന് നാം വാസ്തവമായി നമ്മുടെ ഹൃദയം കൊണ്ട് സ്മരിക്കേണ്ടതായ ആവശ്യമുണ്ട്. നമുക്ക് പ്രതിസന്ധികളുടേതായ കാര്യാദികൾ, സമയങ്ങൾ, തലങ്ങൾ ഒക്കെയും ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളൊക്കെയും തരണം ചെയ്യാനുള്ളതായ ദൈവകൃപ നമുക്ക് അതാത് സമയങ്ങളിൽ ദൈവം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. മറ്റ് നമ്മുടെ കൂടെയുള്ളതായ പലർക്കും ലഭിക്കാത്ത, നമ്മൾ അറിയുന്ന പലർക്കും ലഭിക്കാത്ത, നമ്മളെക്കാൾ ഒരുപക്ഷെ ശ്രേഷ്ഠരായി നാം എണ്ണുന്നതായ പലർക്കും ലഭിക്കാത്തതായ ഒട്ടനവധി അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ പോയ വർഷം ലഭിച്ചിട്ടുണ്ടാകും. നാം അവസരങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത്? അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായി നാം വരുത്തി തീർത്തത്? അതിനെ മുതലെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചോ? അതിൻ്റെ പ്രവർത്തന തലത്തിൽ ഉണ്ടായിരുന്നതായ പോരായ്മകൾ എന്തൊക്കെയാണ്?
അതിൽ നാം വരിച്ചതായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയും നാം വിചിന്തനം ചെയ്യുന്നത് ഈ ഒരു പുതിയ വർഷത്തിൻ്റെ പുലരിയിൽ ഏറ്റവും അപേക്ഷിതമായിരിക്കും. നമുക്ക് മുൻപോട്ട് പോകുവാൻ നാം പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പുതിയ ആത്മധൈര്യത്തോടുകൂടെ നാം മുൻഗമിക്കുവാൻ തക്കവണ്ണം ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ പൂർവ്വകാലത്തെക്കുറിച്ച് സ്മരിക്കുന്നത് വളരെ നന്നായിരിക്കും. സർവ്വത്തിലും ഉപരിയായി ദൈവം നമ്മെ നടത്തിയതായ വിധങ്ങളെക്കുറിച്ച് നാം ഓർക്കേണ്ടുന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. കാരണം ദൈവം നമ്മെ നടത്തിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടം വരെ നടന്ന് വരുവാൻ തക്കവണ്ണം കഴിയുമായിരുന്നില്ല. ദൈവം നമ്മെ അതിശയകരമായി നടത്തിയെന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മേക്കാൾ ശ്രേഷ്ഠർ, നമ്മേക്കാൾ കായിക ബലമുള്ളവർ, ആരോഗ്യമുള്ളവർ, വിദ്യാസമ്പന്നരായ ആൾക്കാർ, സമ്പത്തുണ്ടായിരുന്നവർ ഒക്കെ ഈ ഭൂമിയുടെ പരപ്പിൽ ചരിത്രമായി മാറിയപ്പോൾ, ഒരുപക്ഷെ ഓർമ്മയായി മാത്രം മാറിയപ്പോൾ, നമ്മെ ഇപ്പോഴും സജീവമായി ആരോഗ്യത്തോടെ ബലത്തോടെ നടത്തുന്നതായ ആ വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാതിരിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. കാരണം ദൈവത്തിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. സിസ്റ്റർ വൈറ്റ് ദൈവത്തിൻ്റെ സഭയുടെ മുൻപോട്ടുള്ളതായ ഗമനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർ ഇങ്ങനെ പറയുകയുണ്ടായി: വി ഹാവ് നത്തിങ് ടു ഫിയർ അൺലെസ് വി ഫൊർഗെറ്റ് ഗോഡ്സ് ലീഡിങ് ഇൻ ദ പാസ്റ്റ്. ദൈവം നമ്മെ പൂർവ്വകാലത്ത് നടത്തിയതായ വിധങ്ങളെക്കുറിച്ച് നാം മറന്നു കളയാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ടതായ കാര്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? വാട്ട് വെയർ അവർ ചാലഞ്ചസ് ഇൻ ദ ഗോൺ ബൈ ഇയർ? നമ്മുടെ ഈ വർഷത്തിൽ നാം അതിജീവിച്ചതായ കാലഘട്ടത്തിലുള്ളതായ വെല്ലുവിളികൾ എന്തെല്ലാം ആയിരുന്നു? ഒട്ടനവധി വെല്ലുവിളികൾ. നാം ഓരോ വെല്ലുവിളികളും നേരിടുമ്പോൾ നാം വിചാരിക്കും അത് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്ന് ഞാൻ കരുതും. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിലെ ഓർമ്മയായി മാത്രം മാറും. ചില പ്രയാസമേറിയതായ വെല്ലുവിളികളൊക്കെ നമ്മുടെ മനസ്സിലെ ഓർമ്മയിൽ പോലും നിൽക്കാതെ ദൈവം അതിനെ സൗഖ്യമാക്കുന്നതായി, അതിനെ മുറിവ് വച്ചുകെട്ടി സൗഖ്യമാക്കി നമ്മെ ആരോഗ്യത്തോടെ വിടുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവം നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ ഉണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് വളർന്ന് നടക്കുവാൻ തക്കവണ്ണം പ്രായമാകുമ്പോൾ, അവൻ പിച്ച വെച്ച് നടക്കുവാൻ തക്കവണ്ണം ആർജിക്കുമ്പോൾ എവിടെ നിന്നില്ലാതെ ഓടുവാനും ഇരുന്ന് എഴയുവാനും ഞരങ്ങുവാനും ഒക്കെ ശ്രമിക്കും. അപ്പോഴൊക്കെ അവൻ്റെ മാതാപിതാക്കൾ എപ്പോഴും അവൻ്റെ മേലൊരു ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കും. അവർ ശ്രദ്ധിക്കുന്നത് ഏതെങ്കിലും അപകട സ്ഥലങ്ങളിൽ പോകുന്നോ, അപകടകരമായ കാൽവയ്പ്പുകൾ നടത്തുന്നുണ്ടോ, വീഴുന്നതും ഉടനെ ചെന്ന് പിടിക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ എപ്പോഴും സജ്ജരാണ്. സമാനമായി നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഓരോ ചുവടുവയ്പ്പുകളെയും സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു ദൈവമാണ്. ആ ദൈവം നമ്മുടെ ചുവടുവയ്പ്പുകളെയൊക്കെയും നിയന്ത്രിക്കുകയും അതിനെ പരിരക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് വീഴ്ച ഭവിക്കാതിരിക്കേണ്ടതിന്, നാം വീണാലും എഴുന്നേൽക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ ബലപ്പെടുത്തുകയാണ്, ശക്തിപ്പെടുത്തുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നമ്മുടെ വെല്ലുവിളികൾ എത്ര വലുത് തന്നെ ആയിരുന്നാലും നമ്മുടെ ദൈവത്തെക്കാൾ ഒരു വെല്ലുവിളികളും വലുത് അല്ല എന്ന് ഇന്ന് പറയുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അറിയാവുന്നതായ നമ്മുടെ തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം എന്തിന് നമ്മുടെ വെല്ലുവിളികളെക്കുറിച്ച്, നമ്മുടെ പ്രയാസങ്ങളെക്കുറിച്ച് നാം ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ നമ്മുടെ ദൈവം ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാനുള്ളതായ ആർജവം നമുക്ക് നൽകിയിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ളതായ ഭാഗങ്ങൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഓർക്കേണ്ടതിന് പണ്ടേ ഉള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. എത്ര മനോഹരമായ ഒരു വാഗ്ദത്തമാണ് ദൈവം അവിടെ നൽകുന്നത്. ദൈവം നമുക്ക് സാഹചര്യം അനുകൂലമല്ലാത്തതായ ഇടങ്ങളിൽ, നിർജ്ജന പ്രദേശത്ത് നമുക്ക് വെള്ളം നൽകുന്നതായ ഒരു ദൈവമുണ്ട്.
ഒരുപക്ഷെ നാം നമ്മുടെ ആവശ്യങ്ങൾക്കായി, നമ്മുടെ ഉദ്യോഗത്തിനായി, നമ്മുടെ ജീവിത മാർഗത്തിനായി, നമ്മുടെ ക്രിസ്തീയ നടത്തത്തിനു വേണ്ടി നാം പല വാതിലുകൾ മുട്ടാറുണ്ട്. പല വാതിലുകളും നമുക്ക് നേരെ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിർജ്ജന പ്രദേശത്ത് ഞാൻ നിനക്ക് വെള്ളവും ഭക്ഷണവും തന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കാട്ടിലെ മൃഗങ്ങൾ സവിസ്തരം അവ വന്ന് ഭക്ഷിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യും. കാരണം ദൈവമാണ് അവയ്ക്ക് അവ നൽകിയത് എന്ന് അവർക്ക് ബോധമുണ്ടാകും. ഇന്ന് എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നമുക്ക് നൽകുന്നതായ അവസരങ്ങൾ, ദൈവം നമുക്ക് നൽകുന്നതായ ആവശ്യങ്ങൾ, ദൈവം നമുക്ക് നൽകുന്നതായ നിത്യോപയോഗ സാധന സാമഗ്രികൾ, ഇതിനെയൊക്കെയും കുറിച്ച് നാം നന്ദിയുള്ളവരായി ഇരിക്കേണ്ടതായ ആവശ്യമുണ്ട്. മറ്റുള്ള അനേകർക്ക് ലഭിക്കാത്തതായ അനേക അവസരങ്ങൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. സഭാപ്രസംഗി പറയുന്നത്, മരിച്ചവരും മൺമറഞ്ഞു പോയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, എന്നാൽ ജീവനോടിരിക്കുന്നതായ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ദൈവത്തെ സ്തുതിക്കുവാനുള്ളതായ കാരണങ്ങൾ നമുക്ക് ഉണ്ട്. ഇന്ന് ജീവനോടിരിക്കുന്നതായ നിങ്ങൾ, ജീവനോടെ ഇവിടെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ദൈവവചനം സംസാരിക്കുന്നതായ എനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ ഒരു കാരണവുമില്ല. കാരണം ദൈവം തന്നിരിക്കുന്നതായ ജീവൻ, ദൈവം നൽകിയിരിക്കുന്നതായ ആരോഗ്യം, ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നതായ അവസരങ്ങൾ അത് തക്കത്തിൽ ഉപയോഗിക്കുവാൻ നാം ഈ പുതിയ വർഷത്തിൽ തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. നാം അലസരായി ചടഞ്ഞുകൂടി ഇരുന്ന് നമ്മുടെ സമയം കൊല്ലാതെ നാം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കാൻ, നമ്മുടെ ഉന്നമനത്തിനു വേണ്ടി നാം പ്രവർത്തിക്കുന്നവരായിരിക്കാൻ, എപ്പോഴും പ്രവർത്തന സജ്ജരായിരിക്കാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കേണ്ടതായ ആവശ്യമുണ്ട്. നമുക്ക് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, നിന്റെ സഹോദരൻ അവനോടൊപ്പം 1 മൈൽ പോകുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടാൽ നീ 2 മൈൽ പോകുവാൻ ഒരുക്കമുള്ളവനായിരിക്കണം. നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടാൽ, ആഗ്രഹിച്ചാൽ, അവർ ആഗ്രഹിക്കുന്നതിലുപരിയായി ചെയ്യുവാനുള്ളതായ ഒരു മനസ്സൊരുക്കം നമുക്ക് ഉണ്ട് എങ്കിൽ ദൈവം നമ്മെ വൻ വേലയ്ക്കായി ദൈവം നമ്മെ ഉപയോഗിക്കും. നമ്മെ മഹത്വത്തിൽ ദൈവം നമ്മെ കരുതിക്കൊള്ളുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒരു പക്ഷേ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്നതായ പാത്രങ്ങളായി നാം മാറിക്കഴിഞ്ഞാൽ നമ്മെ ഈ ലോകത്തിലുള്ളതായ ഒരു മനുഷ്യനും പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം കഴിയാത്ത വിധം ദൈവം നമ്മെ മഹത്വകരമായി നടത്തും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നാം ഒരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കും. ഞാൻ എൻ്റെ ജീവിത ഉപാധികൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ രക്ഷ ഞാൻ കരഗതമാക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ സഹായത്തോടുകൂടെ എനിക്ക് വെച്ചിരിക്കുന്നതായ ഓട്ടം ഞാൻ സ്ഥിരതയോടുകൂടെ ഓടി അത് പൂർത്തീകരിക്കുമെന്നുള്ളതായ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഈ വർഷം ആരംഭിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മറ്റൊരു കാര്യം നിങ്ങളോട് പറയുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്, ദൈവ നടത്തിപ്പിന് നാം നന്ദിയുള്ളവരായിരിക്കണം. പലപ്പോഴും നാം നമ്മുടെ സുഖ സൗകര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് പിറുപിറുക്കുന്നവരായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, എനിക്ക് അതില്ല, അത് ഇങ്ങനെ തരുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളതായ ഒട്ടനവധി പിറുപിറുപ്പുകൾ. നാം ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, ദൈവം അവർക്ക് മന്നയും ഭക്ഷണവും എല്ലാം സവിസ്തരം നൽകിക്കൊണ്ടിരുന്നപ്പോൾ മരുഭൂമിയിൽ വെള്ളമില്ലാതിരുന്നതായ സ്ഥലത്ത് അവർക്ക് തെളിമയുള്ള മധുരമുള്ള വെള്ളം കൊടുത്ത് പോറ്റിയപ്പോൾ അവർക്ക് വെള്ളമില്ല എന്ന് പിറുപിറുത്തു. സ്വർഗീയ മന്ന കൊണ്ട് അവരെ പോഷിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇറച്ചിക്കലങ്ങളുടെ ഇടയിലിരുന്ന എല്ല് കടിച്ച് വലിക്കുന്നതായ ഓർമ്മ വരുന്നു, ഞങ്ങൾക്ക് ഇറച്ചിയില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ദൈവം ഇറച്ചിയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിത് പോരാ, ഞങ്ങൾക്ക് ഉള്ളിയും വെളുത്തുള്ളിയും മറ്റു സാധന സാമഗ്രികളൊക്കെ അവിടെ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നതായ പ്രിയ മക്കളെ, നാം ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാത്തതായ ജനമാണ് എങ്കിൽ നാം ദൈവത്തിൻ്റെ നടത്തിപ്പിന് നന്ദിയുള്ളവരായിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല. എന്നാൽ ദൈവം തരുന്നതായ ഓരോ നന്മകൾക്കും നാം തൃപ്തിയുള്ളവരായി നന്ദിയുള്ള ഹൃദയത്തോടെ ഇരിക്കുകയാണ് എങ്കിൽ ഈ നന്ദിയുള്ള ഹൃദയത്തെ ദൈവം അറിയുകയും നമുക്ക് ദൈവം അത്യധികമായി നന്മകളെ വർഷിച്ച് നൽകുകയും ചെയ്യും. ഇന്ന് ഈ പുതുവർഷ പുലരിയിൽ നിങ്ങൾ ദൈവസന്നിധിയിലായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവം ചെയ്തതായ ഓരോ നന്മകൾക്കും നിങ്ങൾ എണ്ണി നന്ദി പറയുവാൻ തക്കവണ്ണം ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. നാം ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരും, നമ്മുടെ ജീവിത രീതികൾക്ക് മാറ്റം വരും. കാരണം ദൈവം എൻ്റെ പിന്നിലുണ്ട്, ദൈവം എൻ്റെ മുന്നിലുണ്ട്, ദൈവം എൻ്റെ കരം പിടിച്ചിരിക്കുന്നു, ഞാൻ വീഴുകയില്ല, വഴുതി പോവുകയില്ല എന്നുള്ളതായ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാകും. അങ്ങനെ
ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്ക് ദൈവത്തിന് നന്ദി പറയുന്നതായ വേളയിൽ നമുക്ക് സാധിക്കും. നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാൻ ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ഒട്ടനവധി കാര്യങ്ങളിൽ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, എനിക്ക് വലിയ വലിയ നേട്ടങ്ങളൊന്നും ഈ വർഷം ഉണ്ടാക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല, എനിക്ക് വലിയ വരുമാനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒഴികഴിവുകൾ പറയുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ഈ കോടിക്കണക്കിന് ജനങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ ജീവനോടിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. നമ്മളെക്കാൾ ബലവാന്മാരായ മനുഷ്യർ മരണത്തിന് വിധേയപ്പെടുമ്പോൾ ഈ ബലഹീന ശരീരമുള്ളതായ നമ്മെ ദൈവം ഈ ഭൂമിയുടെ പരപ്പിൽ ശേഷിപ്പിക്കുന്നത് അതൊരു വലിയ അത്ഭുതമാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൂടെ? സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ മർത്യനെ ഓർക്കേണ്ടതിന് ഞാൻ എന്തുമാത്രം, ഞാൻ ഏതുമല്ലാത്തവനാണ്, ഞാൻ ഒന്നുമല്ലാത്തവനാണ്. ദൈവത്തിൻ്റെ മഹത്വകരമായ സൃഷ്ടിയെക്കുറിച്ച് നാം വർണ്ണിക്കുമ്പോൾ 119-ാം സങ്കീർത്തനവും അതുപോലെ 19-ാം സങ്കീർത്തനവും 34-ാം സങ്കീർത്തനവും ഒക്കെ വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതായ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ദൈവം നമുക്ക് ചെയ്തതായ നന്മകളെക്കുറിച്ച് വർണ്ണിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ദൈവം ചെയ്തതായ ഓരോ നന്മകളെക്കുറിച്ചും നമുക്ക് ദൈവത്തിന് സ്തുതി പാടുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഞാൻ മൂന്നാമതായി നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിൽ നാം പുതു ജീവികളായി ജീവിക്കുവാൻ ഇന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തേശുവിൽ നമുക്ക് പുതുക്കമുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഞാൻ ആദ്യം വായിച്ചതായ വേദപുസ്തക വാക്യം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് അവിടെ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് പറഞ്ഞവനായ ക്രിസ്തുവാണ് പറയുന്നത്. ഒരുവൻ എൻ്റെ അടുക്കൽ വന്നാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ ഞാൻ അവനെ പുതിയതാക്കി തീർക്കും, പുതിയ മനുഷ്യനാക്കി തീർക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ജീർണതകളുള്ളതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് പാപത്തിൻ്റെ കെട്ടുകൾ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ ദൈവ നിന്ന നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു കാണും. എന്നാൽ അവയെല്ലാം മാറ്റിവെച്ച് ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ഇന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് ഉള്ളവരല്ല നാം ദൈവരാജ്യത്തിന് ഉള്ളവരാണ്. ഈ ദൈവരാജ്യത്തിന് ഉള്ളവർ ആകയാൽ നാം ഈ ലോകത്തിലേക്കല്ല നോക്കേണ്ടത്, വരുവാനുള്ളതായ ദൈവരാജ്യത്തിലേക്ക് നാം നോക്കേണ്ടതായ ആവശ്യമുണ്ട്. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് പറഞ്ഞവനായ കർത്താവ് നാം കാണുന്നതിനെ മാത്രമല്ല, നമുക്ക് കാണാൻ കഴിയാത്തതിനെയും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനെയും പുതുതാക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ദൈവം തൻ്റെ മക്കൾക്കായി കരുതിയിരിക്കുന്നത്, ഇരമ്യാവിൻ്റെ പ്രവചനം പറയുന്നത്, ദൈവം തൻ്റെ മക്കൾക്കായി കരുതിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ നമുക്ക് അത്തരത്തിൽ ദൈവം കരുതിയിരിക്കുന്നതായ നന്മകളെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ വൻ കാര്യങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു പണ്ഡിതനായ ഒരു നിക്കോദീമോസ് എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു, രാത്രിയിൽ വന്നു, ഞാൻ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശു ക്രിസ്തു വളരെ പ്ലെയിനായിട്ട് അവനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. അവൻ ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും വലിയ മനുഷ്യനായി ഞാൻ ഇനിയും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കയറി എങ്ങനെയാണ് ജനിക്കുന്നത്? കർത്താവ് അവനോട് പറഞ്ഞു, നീ ആത്മാവിലും വെള്ളത്തിലും ജനിക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഈ പുതിയ വർഷത്തിൽ നമുക്ക് എങ്ങനെയാണ് പുതുതായി ജനിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നത് പോലെ തന്നെ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് പുതുതായി ജനിക്കുവാൻ തക്കവണ്ണം സാധിക്കും. നാം ഓരോ ദിവസവും പുതുക്കത്തിൻ്റെ ആത്മാവുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും
ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഇന്ന് ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്തു കൊള്ളട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തെ മാറ്റും എന്നുള്ളതായ ചിന്ത നമ്മെ ഭരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ലോക ചിന്തയിൽ അകപ്പെട്ട് ഉഴലുന്നതായ മനുഷ്യർ കർത്താവിനോട് വന്ന് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് ദൈവരാജ്യം ലഭിക്കുന്നതിന്, രക്ഷ ലഭിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പൻ, എന്നാൽ അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, വൈവാഹിക പ്രശ്നങ്ങളുണ്ടോ, കുടുംബ പ്രശ്നങ്ങളുണ്ടോ, മക്കളുടെ പേരിൽ നിങ്ങൾ അപമാനിതരാകുന്നുണ്ടോ? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തെയും നീതിയെയും നിങ്ങൾ അന്വേഷിക്കുക. അതോടുകൂടെ കർത്താവ് പറയുന്നത് സകലവും നിങ്ങൾക്ക് നൽകും. ഇന്ന് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇന്ന് ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ളതായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതായ ആവശ്യമുണ്ട്. ദൈവത്തോട് സംസാരിക്കും, ഞാൻ എല്ലാ ദിവസവും ദൈവത്തോട് സംസാരിക്കും എന്ന ഒരു തീരുമാനം എടുക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ദൈവനാമത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കും, ആതുര സേവനങ്ങളിൽ ഞാൻ ഇടപെടും, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഞാൻ മുൻപന്തിയിലായിരിക്കും എന്ന് ഒരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ? ആയതുപോലെ തന്നെ എൻ്റെ ആത്മീയ വർധനയ്ക്കായി എനിക്ക് കഴിയുന്നത് എല്ലാം ഞാൻ ചെയ്യും എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായിരിക്കണമെന്നാണ്. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, ഞാൻ ദൈവരാജ്യത്തെ അന്വേഷിക്കും. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ഞാൻ ദൈവരാജ്യം അന്വേഷിക്കുന്നതായ ഒരു അന്വേഷിയായിരിക്കും എന്ന ചിന്തയോടുകൂടെ ഈ വർഷം ആരംഭിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വരും വർഷങ്ങളിലും ദൈവം എന്നെ നടത്തി എന്ന് പറയുവാൻ ഈ വർഷം മുതൽ കർത്താവിൻ്റെ രാജ്യം അന്വേഷിക്കുന്നതായ നല്ല യോദ്ധാക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഒരു പുതിയ വർഷം കാണുവാൻ ഞങ്ങൾക്ക് അങ്ങ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞങ്ങൾക്കൊന്നും ലഭിക്കുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ കേട്ടതായ വചനത്തിന് പ്രകാരം അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ, ഞങ്ങളുടെ പോരായ്മകളെ, പിറുപിറുപ്പുകളെ, ഞങ്ങളുടെ അവിശ്വാസത്തെ എല്ലാം അങ്ങ് ഞങ്ങളിൽ നിന്ന് സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനും അങ്ങയുടെ രാജ്യം അന്വേഷിച്ച് അങ്ങയുടെ രാജ്യത്തിൽ എത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ദൈവസന്നിധിയിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ആവശ്യങ്ങളെയും അവരുടെ എല്ലാ പ്രതിസന്ധികളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ്, ഈ ഒരു പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങളോടുകൂടെ, പുതിയ ചുവടുവയ്പ്പുകളോടുകൂടെ ദൈവരാജ്യം അന്വേഷിക്കുവാൻ പ്രിയ മക്കളെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നവരെ ദൈവത്തിനായി സ്തോത്രം. സകലവും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുമാറാകണമേ. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.